പാലാരൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാൻഡോം ഫുഡ് ഫാക്ടറി ഏറെ ശ്രദ്ധേയമാകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ യന്ത്രസാമഗ്രികളാണ് ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. കർഷകർക്ക് തങ്ങളുടെ കാർഷിക വിളകളെയും ഉൽപ്പന്നങ്ങളെയും പഴിപ്പിക്കുവാൻ സാധ്യമാകുന്ന ഡ്രൈ പണിംഗ് ചേംബർ ഒരു ഭാഗത്തുള്ളപ്പോൾ, കേടുകൂടാതെ കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ഫ്രീസർ യൂണിറ്റ് ഗോഡൌൺ ഉണ്ടെന്നതും ഏറെ ശ്രദ്ധേയം. എണ്ണയുടെ അമിതമായ ഉപയോഗം ഒഴിവാക്കി വാക്യൂം ഫ്രയർ യൂണിറ്റിലൂടെ പലഹാരങ്ങൾ നിർമ്മിക്കുവാനുള്ള ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ഡീഹൈഡ്രേഷൻ ടെക്നോളജിയിലൂടെ കാർഷിക വിളകളും ഉൽപ്പന്നങ്ങളും ഉണക്കി സംസ്കരിക്കുവാനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും ഫാക്ടറിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. കർഷകർക്ക് തങ്ങളുടെ ആവശ്യത്തിൽ അധികരിച്ചുള്ള കാർഷിക വിളകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ന്യായവില നേടിയെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ സംഭരിക്കുവാനും വിപണനം സാധ്യമാക്കാനും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി തങ്ങൾക്കും രാജ്യത്തിനകത്തും പുറത്തും വിപണനം ചെയ്ത് അധിക വരുമാനമുണ്ടാക്കുവാനും വഴിയൊരുക്കുന്നതാണ് പാലാ ഫുഡ് ഫാക്ടറി. കർഷകന് തൻ്റെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഉണ്ടാവണമെന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാൽ വില നിശ്ചയിക്കാനുള്ള അവകാശം കർഷകന് തന്നെ ലഭിക്കുമെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സാൻഡോം ഫുഡ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തെ ആരോഗ്യമുള്ളതാക്കുന്നത് കർഷകരാണെന്നും അധ്വാനിക്കുന്ന കർഷകരെ കൈവിട്ടുകൊണ്ട് ഒന്നും നേടില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. 8 ലക്ഷത്തോളം കർഷകർ ഒന്നിച്ചു പാർക്കുന്ന ഇടമാണ് പാലാ രൂപതാ പ്രദേശം. ഒറ്റപ്പെട്ടു നിൽക്കുന്ന കർഷകരെ കോർത്തിണക്കി അവർക്ക് പ്രത്യാശ നൽകാൻ ഈ സ്ഥാപനം വഴി കഴിയും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില നേടിക്കൊടുക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും യുവജനങ്ങളെ കൃഷിയിലേക്കും അനുബന്ധ സ്റ്റാർട്ടപ്പുകളിലേക്കും ആകർഷിക്കാനും ലക്ഷ്യമിടുന്ന വലിയൊരു സംരംഭവും പ്രത്യാശയുടെ കേന്ദ്രവുമാണിത്. സമ്മേളനത്തിൽ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 75 മാതൃകാ കർഷകരെ ആദരിച്ചു. എംപിമാരായ ജോസ് കെ മാണി, കെ ഫ്രാൻസിസ് ജോർജ്, MLA മാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ, വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വെത്താനത്ത്, PSWS ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ, സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം മാനേജിംഗ് ഡയറക്ടർ S രാജേഷ് കുമാർ, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മാനേജിംഗ് ഡയറക്ടർ സജി ജോൺ, നബാർഡ് ജില്ലാ മാനേജർ റജി വർഗീസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോസി, വ്യവസായ വകുപ്പ് ജില്ലാ ജനറൽ മാനേജർ VR രാജേഷ്, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ലെൻസി തോമസ്, കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ G ജയലക്ഷ്മി, കാഞ്ഞിരമറ്റം അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടോം ജേക്കബ് ആലക്കൽ, സാന്തോം ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ സിബി മാത്യു, PRO ഡാൻഡീസ് കൂനാനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.